നാഥായി അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിലും അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവെ നൽകി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക, സ്തുതിക്കുകയാണ്. നാഥ കർത്താവെ, കഴിഞ്ഞ ആണ്ടിൻ്റെ ആരംഭം മുതൽ ദൈവമേ ഈ നിമിഷം വരെ അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ചു, അവിടുന്ന് ഞങ്ങളെ ശക്തീകരിച്ചു, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ മറച്ചു. അത്ഭുതകരമായി അതിശയകരമായി ഈ മരുഭൂമിയിൽ നിലനിർത്തി. പലപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും രോഗങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട് നാഥ. എന്നാൽ അവയിൽ നിന്നെല്ലാം അവിടുന്ന് വിടുവിച്ച് ഞങ്ങളെ പരിപാലിച്ച് അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെയും കർത്താവ് ഞങ്ങളുടെ തലമുറകളും പ്രിയപ്പെട്ടവരെയും ഒക്കെ അവിടുന്ന് പരിപാലിച്ചല്ലോ. അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ ആണ്ടിൻ്റെ അവസാനത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോട് അവിടുന്ന് ഞങ്ങൾ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് അമേ നന്ദിയോട് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ ബലപ്പെടുത്തുമാറാകണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. നല്ല കർത്താവ് ദൈവികാലോചനകളെ ഇന്ന് രാത്രി കേൾപ്പിക്കുമാറാകണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവ സ്തോത്രത്തോടെ സ്തുതിയോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് അങ്ങേക്ക് മഹത്വം കരേറ്റുവാൻ കർത്താവെ ഞങ്ങൾ ഇടയാക്കുമാറാകണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. നാഥ, കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുകയും ഇന്ന് രാത്രി ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു കർത്താവേ. അവരുടെ യാത്രയിലും അവിടുത്തെ സാന്നിധ്യം ഇരിക്കണമേ. വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസന്മാരെ എല്ലാം പേരുപേരായി ഓർക്കുന്നു നാഥ. ആത്മാവിൻ്റെ ശക്തിയോടെ ആത്മാവിൻ്റെ നിറവിൽ കർത്താവ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. തിരുമേശയിൽ നിന്ന് ഒരുമിച്ച് കർത്താവേ പങ്കാളികളാകുവാൻ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. സകല മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഗാനം പാടി നമുക്ക് കർത്താവിന് മഹത്വം കരേറ്റാം. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്തിടുവീൻ, അവൻ നല്ലവനല്ലോ ദയെന്നുമുള്ളത് ചേർന്ന് ആമേ കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോരേ, ഏകമായി വണങ്ങി പാടിടാമല്ലോ. നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ സ്തുതിയെന്നും അവന്, താരുണ്യനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ സ്തുതിയെന്നും അവന്, താരുണ്യനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയോടുവാനത്തിൽ തൂക്കിയവനാ, താൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ സ്തുതിയെന്നും അവന്, താരുണ്യനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. താനുന്നതനല്ലോ ദയയെന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ സ്തുതിയെന്നും അവന്, താരുണ്യനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. നീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ വീണ്ടെടുത്തു രക്ഷിച്ചാനന്ദം നൽകി. ഓ ചെങ്കടൽ പിളർന്നു തൻ ജനങ്ങളെ, തങ്കനീലത്തൂടെ താൻ നടത്തിയേ, താൻ വല്ലഭനല്ലോ ദയയെന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ സ്തുതിയെന്നും അവന്, താനുന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ,
താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ ദയായെന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. നീണ്ട മരുഭൂവിൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ടതെല്ലാം നൽകി ആദരിച്ചു താൻപദേശമെന്നേക്കും അവർക്കാ അൻപോടവകാശം താനരുളിയേ. താൻ നല്ലവനല്ലോ ദയായെന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ ദയായെന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. താഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ. വീഴ്ചയിൽ നീയെ കാത്തോമനിച്ചല്ലോ. വൈരിയിൻ കയ്യിൽ നിന്നു വീണ്ടെടുത്തല്ലോ. ധൈര്യമായി നാമോക്കോ പാടിടാമല്ലോ. താൻ നല്ലവനല്ലോ ദയായെന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ ദയായെന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. മാനവരിൻ സ്നേഹം മാറിടുന്നേരോ. മാറിടാത്ത നിത്യസ്നേഹിതൻ തന്നെ നേരിടുന്ന എല്ലാ വ്യാകുലങ്ങളും തീരുമേതാനുന്നത സന്നിധാനത്തിൽ. താൻ നല്ലവനല്ലോ ദയായെന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ ദയായെന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. വീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ വീണ്ടെടുത്തു രക്ഷിച്ചാനന്ദം നൽകി. ചെങ്കടൽ പിളർന്നു വഞ്ചനങ്ങളെ തങ്കനീലത്തൂടെ താൻ നടത്തിയേ. താൻ നല്ലവനല്ലോ ദയായെന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ ദയായെന്നുമുള്ളത്. താൻ
ആദരിച്ചല്ലോ വീഴ്ചയെ കാത്തോമനിച്ചല്ലോ വൈരിയിൽ കയ്യിൽ നിന്നു വീണ്ടെടുത്തല്ലോ ധൈര്യമായി നമുക്ക് പാടിടാമല്ലോ താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് താൻ വല്ലവനല്ലോ സ്തുതി എന്നും അവന് താരുണ്യവനല്ലോ കൃപ ചെയ്തിടുമല്ലോ താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് താൻ വല്ലവനല്ലോ സ്തുതി എന്നും അവന് താരുണ്യവനല്ലോ കൃപ ചെയ്തിടുമല്ലോ താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ മാനവരിൻ സ്നേഹം മാറിടും നേരം മാറിടാത്ത നിത്യസ്നേഹമേ നേരിടുന്ന എല്ലാ വ്യാകുലങ്ങളും തീരുമേ താൻ ഉന്നത സന്നിധാനത്തിൽ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് താൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന് താരുണ്യവനല്ലോ കൃപ ചെയ്തിടുമല്ലോ താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് താൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന് താരുണ്യവനല്ലോ കൃപ ചെയ്തിടുമല്ലോ താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന് താരുണ്യവനല്ലോ കൃപ ചെയ്തിടുമല്ലോ താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന് താരുണ്യവനല്ലോ കൃപ ചെയ്തിടുമല്ലോ താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് താൻ വല്ലഭനല്ലോ സ്തുതി ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആമേൻ. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ സ്വർഗത്തിലെ ദൈവം നമ്മെ പരിപാലിച്ചല്ലോ. അവിടുന്ന് നമ്മെ നടത്തി, അവിടുത്തെ കരുതെല്ലാം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇത് രാത്രിയിൽ നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കരയേറ്റുവാൻ
കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ അവൻ ഇന്ന് വരെ നടത്തിയ കർത്താവിന് മേലാലും നടത്തുവാൻ ശക്തനാണെന്ന് ഉറച്ചുകൊണ്ട് അവൻ സ്തോത്രം ബലത്തോടെ സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. തുറന്നുള്ള ശുശ്രൂഷകളെല്ലാം ഏൽപ്പിക്കുക. വിടുകാലങ്ങൾ പാടി മഹത്വപ്പെടുത്തണം. അവൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ ഇന്ന് രാത്രി ശ്രവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് തിരുമേശയിൽ നിന്ന് ഒരുമിച്ച് പങ്കാളികളായി സന്തോഷത്തോടെ നമ്മെ സ്തോത്ര ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. അവിടെ ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ നല്ല അവസരത്തിനായി നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ ഞങ്ങളെ ഈ ദേശത്ത് പരിപാലിക്കുക. അങ്ങയുടെ സന്നിധിയിൽ ഈ അവസാന മണിക്കൂറിലും കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് ഹല്ലേലൂയ അവിടുത്തെ വിശുദ്ധ നാമത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും നന്ദിയും അർപ്പിപ്പാൻ കോണം കർത്താവെ ഞങ്ങൾക്ക് വന്ന അവസരത്തിനായി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും നല്ലല്ലോ അവന് ദയ നീക്കുള്ളൂ അങ്ങയുടെ സന്നിധിയിൽ പാടുവാൻ ഹല്ലേലൂയ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കൊണ്ട് കർത്താവെ അവിടുന്ന് ഈ രാത്രി ഞങ്ങൾക്ക് കൃപ തരികയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ അവിടുന്ന് നല്ല ഇടയനായി ഞങ്ങളെ പരിപാലിച്ചു. ഹല്ലേലൂയ. നല്ല ഇടയനെ പോലെ ഹല്ലേലൂയ ഞങ്ങളെ ഒരു വർഷം കൂടെ കർത്താവ് വിദേശത്ത് കാത്തു സൂക്ഷിച്ച് ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടി ഇതെല്ലാം അവിടുന്ന് നൽകി തന്നു. ഹല്ലേലൂയ. കർത്താവെ നിന്റെ ദയയ്ക്കും നിന്റെ വിശ്വസ്തയ്ക്കും നിന്റെ കരുണയ്ക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അത്യുന്നതന്റെ മറവിൽ വസിപ്പാൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുവാൻ ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു വർഷം കൂടെ ഇടയാക്കി തീർത്തതിന്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ നിന്നതല്ല നീ ഞങ്ങളെ നിർത്തിയതാണ്. ഹല്ലേലൂയ. നീ ഞങ്ങളെ നടത്തി നീ ഞങ്ങളെ പരിപാലിച്ചു നിന്റെ കരങ്ങൾ ഞങ്ങളെ വഹിച്ചു ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടി ഇതെല്ലാം നൽകി തന്നു. ഹല്ലേലൂയ. ഞങ്ങളെ ജീവോത്സവമായി പരിപാലിച്ച അങ്ങയുടെ ദയയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായുള്ള വേദിന നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീടം കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തയെയും വർണ്ണിക്കുന്നത് നല്ലതെന്ന് നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഹല്ലേലൂയ. കർത്താവേ ഈ രാത്രി ഞങ്ങൾക്ക് അങ്ങയ്ക്ക് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും അർപ്പിപ്പാൻ കോണം ഹല്ലേലൂയ. സന്തോഷത്തോടെ കൂടി വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കി അങ്ങയുടെ ദയയ്ക്കായി നന്ദിയോടെ കൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങൾ നടത്തിയ വഴികൾ ഞങ്ങളെ പരിപാലിച്ച വിധങ്ങളൊക്കെ ഹല്ലേലൂയ എത്ര വലിയതാണ്. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ പലപ്പോഴും അവിശ്വസ്തരും നന്ദി കെട്ടവരും ഒക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ ഞങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു പോകാതെ ഞങ്ങൾക്കായ കരുതൽ കുറഞ്ഞു പോകാനിടയാകാതെ കർത്താവേ ഇതിൻ്റെ നന്മയിൽ ഞങ്ങളെ വഴി നടത്തിയ നിൻ്റെ വിശ്വസ്തതയ്ക്കായി നിൻ്റെ സ്നേഹത്തിനായി പറഞ്ഞു തീരാത്ത ദാനങ്ങൾക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആൺകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തിയ ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു. ഹല്ലേലൂയ. കർത്താവേ ഈ രാത്രി ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുമ്പോൾ അങ്ങയുടെ സ്ഥലം നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാൻ ഹല്ലേലൂയ ഏകാഗ്ര ഹൃദയത്തോടെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ എന്നെ കൊണം അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തുമാറാകണമേ ഞങ്ങൾക്ക് തുണയായിരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവരെ ഹോവയെ അവരുടെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ എന്ന് വചനം പറയുന്നുവല്ലോ. ഇതിൻ്റെ രാത്രി കാലം കർത്താവേ നിന്റെ സ്ഥലത്തിൽ മൗനമായിരിക്കാൻ ഇടയാകാതെ ഹല്ലേലൂയ വായെ ഉച്ചത്തിൽ തുറന്ന് ഹല്ലേലൂയ യഹോവയ്ക്ക് സ്തോത്രയാഗങ്ങൾ അർപ്പിപ്പാൻ അത്യുച്ചത്തിൽ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവേ നീ ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ കടന്നു വന്നതുപോലെ അല്ല ഹല്ലേലൂയ വലിയ ആത്മീക സന്തോഷം അനുഭവിച്ചവരായി ആത്മസംതൃപ്തിയോടെ മടങ്ങുവാൻ ഈ രാത്രി കാലം കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതി അനുഗ്രഹിക്കപ്പെട്ടത് എന്നല്ല ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. ആ ശ്രേഷ്ഠമേറിയ പദവിയോടുകൂടെയാണല്ലോ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത്. ആ ഉത്തമ ബോധ്യത്തോടു കൂടെ ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അതേ അങ്ങയ്ക്ക് പ്രസാദകരമായ സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിപ്പാൻ കാരണം ഈ രാത്രി കർത്താവേ ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമേ. തുടർന്ന് നടക്കുവാൻ എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ സ്ഥലം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇതെല്ലാം അങ്ങയ്ക്ക് പ്രസാദമായിരിക്കാൻ ഹല്ലേലൂയ അങ്ങയ്ക്ക് പ്രസാദമുള്ള യാഗമായി തീരുവാൻ ഇടയായി തീരുമാറാകട്ടെ. ഹല്ലേലൂയ. കടന്നു ആഗ്രഹിച്ച് യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ കർത്താവ് ക്ഷേമത്തോടെ കൂട്ടി വരുത്തുമാറാകണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് രാത്രി കാലം അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണം അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷത്തോടെ കർത്താവേ ഞങ്ങൾക്ക് മടങ്ങി പോകുവാൻ ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വർഷം ഹല്ലേലൂയ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിപ്പാൻ കോണം കർത്താവേ വലിയ ആത്മീക ഉത്തേജനം പ്രാപിച്ചവരായി മടങ്ങുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങിടയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ തിരുസലിന് സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും പുകഴ്ച ഞങ്ങളേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 2024
അവസാന മാസം അവസാന നിമിഷങ്ങളിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. കർത്താവ് നമ്മെ ഇതുവരെ കരുതി, ഇതുവരെ നടത്തി. ഇപ്പം നമ്മുടെ പ്രിയ വിൽസനിച്ചായൻ പ്രാർത്ഥിച്ചതുപോലെ നാം നിന്നതല്ല, നമ്മുടെ കർത്താവ് നമ്മെ നിർത്തിയത്. അവിടുത്തെ കൃപയോർത്ത് നന്ദി കരേറ്റുവാൻ, സ്തോത്രം ചെയ്യുവാൻ ലഭിച്ചിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷാൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹിതരായി പ്രിയപ്പെട്ടവർ, നമ്മുടെ സഹോദരന്മാർ, ആമേൻ, സ്തോത്രം, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എൽഡേഴ്സായിട്ടുള്ള പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ മീറ്റിങ്ങിൽ ആമേൻ ആദ്യമായിട്ട് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ ആണ്ടുകൾക്കും മാസങ്ങൾക്കുമൊക്കെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവജനത്തിന് അങ്ങനെ ആണ്ടുകൾക്കും മാസങ്ങൾക്കും ഒന്നും പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടില്ലെങ്കിലും ആണ്ടുകളുടെയും മാസങ്ങളുടെയും ആഴ്ചകളുടെയും ഒക്കെ ആരംഭം ദൈവിക പരിപാലനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, സ്തുതിക്കുവാൻ, നന്ദി കരേറ്റുവാൻ ലഭിച്ചിരിക്കുന്ന അവസരമായി നാം കാണേണ്ടതാണ്. ദൈവം നമുക്ക് ഒരു വർഷവും കൂടെ അനുവദിച്ച് നൽകുന്നതിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മെ ഏൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. സങ്കീർത്തനം 91:12 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നേ: ദൈവമേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. സ്തോത്രം. ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം. ഈ ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തെക്കുറിച്ചുള്ള ഭക്തിയുമാണ്. സ്തോത്രം. സ്തോത്രം. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തെക്കുറിച്ച് നാം യഥാർത്ഥമായി അറിഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ആണ്ടും കർത്താവിന് പ്രയോജനമുള്ളവരായി തീരണമെന്നുള്ളതാണ്. സ്തോത്രം. ദൈവവചനത്തിൽ നാം പഠിക്കുമ്പോൾ കൂടുതൽ ഫലം കായ്ക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. കഴിഞ്ഞ വർഷത്തെക്കാൾ ഉപരി ഫലം കായ്ക്കുന്നവരായി, വ്യക്തമാക്കിയാൽ ആത്മീകമായി വളരുന്നവരായി തീരണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. വളർച്ച തടസ്സപ്പെടുത്തുന്ന പല കീടങ്ങൾ, അണുക്കളൊക്കെ ഉണ്ടാകാം. അവയെല്ലാം നീക്കിക്കളഞ്ഞിട്ട് സ്തോത്രം വചനമില്ല മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിലും നാം ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ, പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കട്ടെ. സ്തോത്രം. നമ്മുടെ ആയുസ് പരിമിതമാണ്. ഒരാണ്ടും കൂടെ നമ്മുടെ ആയുസ്സിൽ നിന്ന് നമ്മെ വിട്ട് കടന്നുപോയി. സ്തോത്രം. എന്നാൽ ദൈവമക്കളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കുവാൻ ഒരു വകയുണ്ട്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. സ്തോത്രം. നിത്യതയോട് നമ്മൾ ഒരാണ്ടും കൂടെ അടുത്തിരിക്കുന്നു എന്ന മഹാസന്തോഷം സ്തോത്രം നമുക്കുണ്ട്. അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന നാമം ഏറ്റു ചൊല്ലുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. കർത്താവേ, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വാല്യൂ ഓഫ് ടൈം, സമയത്തിൻ്റെ വില മനസ്സിലാക്കുവാൻ. സ്തോത്രം. ഇത് ദുർഘട സമയങ്ങളാണെന്നും ദുഷ്ടലോകത്തിലാണ് ആയിരിക്കുന്നതും തിരിച്ചറിഞ്ഞ് സമയം തക്കത്തിൽ വിനിയോഗിക്കുന്നതിന് കർത്താവ് ബലപ്പെടുത്തണം. ജ്ഞാനം കർത്താവിങ്കിൽ നിന്നുള്ളത് പ്രാപിക്കണം. സ്തോത്രം. മാത്രമല്ല എന്താണ് നമ്മുടെ ഡേയ്സ് ആർ നമ്പേർഡ്, നമ്മുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്ന ദിവസങ്ങൾ മാത്രമാണെന്ന് സ്തോത്രമുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയങ്ങളും ഏകദേശം നമ്മൾ ആ കാൽക്കുലേഷനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ 35% സമയങ്ങളും ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് സ്തോത്രം നമ്മൾ കൂടുതൽ പേരും അധികം പേരും എന്നല്ല നമ്മളെല്ലാവരും തന്നെ വിനിയോഗിക്കുന്നത്. മറ്റ് സമയങ്ങൾ സ്തോത്രം പല കാര്യങ്ങൾക്ക് വേണ്ടി നാം വിനിയോഗിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാർത്ഥമായിട്ട് വിളിച്ചു പറയാം, കർത്താവിന് വേണ്ടി നാം എത്ര സമയം ചെലവഴിക്കുന്നുണ്ടെന്നോ. സ്തോത്രം. ദൈവസന്നിധിയിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കത്തോടാണോ നാം ആയിരിക്കുന്നതെന്നും ഇന്ന് രാത്രി നാം ചിന്തിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ആണ്ടിൻ്റെ അവസാനമൊക്കെ വരുമ്പോൾ ഒരു പുത്തൻ പ്രതിഷ്ഠയും പുതിയ തീരുമാനവും ഒക്കെ എടുക്കുവാനായിട്ട് നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാ. സ്തോത്രം. എന്നാൽ ഈ തീരുമാനങ്ങളും പ്രതിഷ്ഠയും ഒക്കെ എടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ സ്തോത്രം ഓരോ ആണ്ടും അത് പുതുക്കുന്നവരായിട്ടല്ല, പകരം ആ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായി, സ്തോത്രം എടുക്കുന്ന തീരുമാനങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാമല്ലോ, നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. ടൈം ആൻഡ് ടൈഡ് വിൽ വെയിറ്റ് ഫോർ നൺ എന്നാണ് പറയുന്നത്. ആർക്കും
ആർക്കും തിരിച്ചു കിട്ടാത്തതാണ് ഈ സമയം. അങ്ങനെയെങ്കിൽ വചനത്തിൽ പറയുന്ന പോലെ ആകയാൽ പകലുള്ളിടത്തോളം നാം അയച്ചവൻ്റെ വേല ചെയ്യുക. ആവർത്തനം 23-21 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. അതൊന്ന് ഡിസ്പ്ലേക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഡിസ്പ്ലേ ഇടാമോ? അന്നെടുത്ത് വായിക്കാൻ മതി. ആവർത്തനം 23-21. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കാം. ഞാനിതെടുത്ത് ഇവിടെ പറയുവാൻ കാരണം, നാം തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കുന്നുവെങ്കിൽ അത് നിവർത്തിപ്പാൻ കഴിയുന്ന തീരുമാനങ്ങളാകണം. സ്തോത്രം. ഇന്ന് രാത്രിയിലും അവൻ പുതിയ പ്രതീക്ഷയോടെ, പുതിയ പ്രതിഷ്ഠയോടെ, പുതിയ തീരുമാനത്തോടെ അവൻ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പാട്ടുകാരനോട് ചേർന്ന് നമുക്കും പാടുവാനായിട്ട് കഴിയട്ടെ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വാരവു സമീപമായി. ഓ കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വാരവു സമീപമായി. മഹത്വ നാമത്തെ കീർത്തിപ്പാനാ ശക്തീകരിക്കാൻ ആത്മാവിനാം. മഹത്വ നാമത്തെ കീർത്തിപ്പാനാ ശക്തീകരിക്കാൻ ആത്മാവിനാ. യാത്ര ഒരുമിച്ച് ചേർന്ന് പാടാമോ? ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ച് ഒരുമിച്ച് ആത്മാർത്ഥതയോടെ രക്ഷകനായി അന്ത്യശ്വാസം വരെയും. പ്രിയ ദൈവവേദനയിലെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ തീരുമാനം അതായിരിക്കട്ടെ. കാലങ്ങൾ കഴിയും തോറും എൻ്റെ കർത്താവിൻ്റെ വരവ് സമീപമായി. അതുകൊണ്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേല പകലുള്ളിടത്തോളം കാലം വിശ്വസ്തയോടെ ചെയ്യും. കർത്താവിന് വേണ്ടി നിലകൊള്ളും. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ഒരു ഗാനം പഠിച്ചിട്ടുണ്ട്. അവരെല്ലാവരും എഴുന്നേറ്റ് ആ ഗാനം ഒരുമിച്ച് ചേർന്ന് പാടും. ഓൾ ചിൽഡ്രൻ, അവർ സൺഡേ സ്കൂൾ ചിൽഡ്രൻ വിൽ സ്റ്റാൻഡ് ടുഗദർ ആൻഡ് ദേ വിൽ സിംഗ് എ സോങ്.
നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും ഇവിടെ പായലിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കടന്നു വന്നിരിക്കുക. ഓൾമോസ്റ്റ് ആ ഭാഗം ഫുള്ളായിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് മാറ്റിലിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അതിന് കഴിയും ഈ സൺഡേ സ്കൂളിൻ്റെ സോങ് കഴിഞ്ഞതിന് ശേഷം.
Amen. Amen. God bless you all. You all may be seated. Okay. Yeah. നമ്മുടെ സമയം വളരെ വേഗത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള സമയം മുതിർന്ന പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് സമയത്തെ ഒരല്പസമയം വേർതിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ചില നിമിഷങ്ങൾ നമുക്ക് 11:40 സാക്ഷ്യം അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. ഇപ്പോൾ തന്നെ 11:40 38 അതുകൊണ്ട് വളരെ അത്യാവശ്യം സാക്ഷ്യം പറയുവാനായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവർ വേഗത്തിൽ ഒന്ന് എണീറ്റിരിക്കാമോ? കുഞ്ഞുങ്ങൾ അവർ പറഞ്ഞ പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങൾ എണീക്കാമോ? പെട്ടെന്ന് ജിനോ മൈക്ക് കൊടുത്തേ, പെട്ടെന്ന് ഓടിച്ച്. Praise the Lord. I thank the Lord for giving me this opportunity to stand and testify His holy name. As many of you know, on 28th December, I was able to get baptized. And today I would like to take part in the Lord's Communion. Please keep me in your prayers. Praise Amen. Lord. Amen. God helped me to take baptism last Saturday. I thank everyone who prayed for me. I would like to take Holy Communion from today. Please pray for me. Thank you. ആമേൻ. ആമേൻ. സ്തോത്രം. പറഞ്ഞോ സിസ്റ്റർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നടത്തിയ കൃപകൾക്ക് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാടിയൻ ഈ ദേശത്ത് കടന്നു വരുവാനും ജോലി ചെയ്യുവാനും ദൈവം സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാടിയൻ്റെ ഭവനത്തിലായിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും സഹോദരിയും കുഞ്ഞിനെയും, അടിയൻ്റെ ഭവനത്തിലായിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും പ്രിയപ്പെട്ടവനെയും 2 പൈതങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് ബേഷുണ്ട്. അടിയനെ ചെറിയ സാക്ഷിയിൽ താണെന്നോളുന്നു. ആമേൻ. സ്തോത്രം. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സിനി. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തോന്നിയാമല എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഇവിടെ കുറിയാത്ത് എന്ന ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ഇത്രയും വർഷക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ 2006 ഡിസംബർ 30 മുതൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിപ്പാൻ അടിയൻ്റെ ജീവിതത്തിലും ദൈവം അവിടുന്ന് അവസരം ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. ഇതുവരെയുള്ള ഒരു ന്യൂ ഇയർ എൻ്റെ ആരാധന പോലും ഞാൻ മുടക്കിയിരുന്നില്ല. എന്നാൽ ഈ വർഷം എങ്ങനെയാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന സ്ഥാനത്ത് മസ്കറ്റിൻ്റെ സ്ഥാനത്ത് ഈ ഒരു സഭയോടൊന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവിന് അവിടുന്ന് അടിയൻ്റെ ജീവിതത്തിൽ ഒരു അവസരം തന്നു. അടിയൻ്റെ കുടുംബമൊക്കെയും നാട്ടിലായിരിക്കുന്നു. അടിയൻ്റെ ജോലിക്കാര്യങ്ങളും തുടർന്നുള്ള വർഷങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലപ്പെട്ട് ജീവിപ്പാൻ തക്കവണ്ണം അടിയനെയും കുടുംബത്തെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രത്യേകാൽ സഭയാം കുടുംബം അടിയന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അപേക്ഷയുണ്ട്. ദൈവസന്നിധിയിൽ ഇരിക്കട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. മറ്റ് പ്രിയപ്പെട്ടവരാരെങ്കിലും സാക്ഷ്യം പറയാനായിട്ട് അത്യാവശ്യം പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ വേഗത്തിൽ എണീക്കും. ഇല്ല എന്ന് കരുതുന്നു. സ്തോത്രം. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ആമേൻ. സ്തോത്രം. നമ്മെല്ലാം അതിശയകരമായി ബലപ്പെടുത്തുവാനും നടത്തുവാനും അമ്മയെ കരുതുവാനും ഒക്കെ ഇടയായി തീർന്നല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ 2 പേര്, ആരോന്, ജിനോ, പ്രിയ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ തക്കവണ്ണം അവൻ ഇടയായി തീർന്നു. അവയെ കുഞ്ഞുങ്ങൾ ഇന്ന് മുതൽ അവർ കർത്തൃമേശയിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നുവല്ലോ. കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ആത്മീക ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ഭാവി കാര്യങ്ങളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സിനി സിസ്റ്റർ, റോഫി സിസ്റ്റർ, പ്രിയപ്പെട്ടവർ ഇരുവരും കുറിയാത്തതിൽ നിന്നാണ് ആരാധനയ്ക്കായി ഇവിടെ കടന്നു വരുന്നത്. അവർ മിക്ക ആഴ്ചകളിലും അമ്മയെ നമ്മുടെ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവർ ഇരുവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അമ്മേ സ്തോത്രം. കുടുംബമായി കർത്താവ് പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ഓർത്തും നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കാം. തുറന്നുള്ള ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മെല്ലാവരും ഒരു നിമിഷം നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെ ഇത്രത്തോളം കർത്താവ് പരിപാലിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഇത് സാക്ഷി പറയുവാൻ നമ്മെ പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരുന്ന മേഖലകളിലെല്ലാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൃപയും കൂടെ ഇരുന്നു. നമ്മെ ഓരോരുത്തരെയും അതിശയകരമായി കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്ത് നാമെല്ലാവരും സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുമല്ലോ. കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ദിവസത്തിൽ കടന്നു വരുവാൻ കർത്താവിടെ തന്നല്ലോ. കർത്താവെ പാടിയെങ്കിൽ സ്തുതിപ്പാൻ കർത്താവ് ഒന്ന് കൃപയ്ക്കായിട്ട് നന്ദിത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എണ്ണിച്ചു നിന്ന് കർത്താവെ ദൈവത്തെ വീഴ്ത്തുവാൻ അവർ കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദിത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കാണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ, അവസാന നിമിഷം വരെയും കർത്താവ് ഞങ്ങൾ നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ
കഴിഞ്ഞ സമയങ്ങളിൽ, കഴിഞ്ഞ വർഷക്കാലം ചെയ്ത ഉപകാരങ്ങൾ, ചെയ്ത നന്മകൾക്കായിട്ട് നന്ദി നിറത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. പ്രത്യേകാൽ സാക്ഷ്യം പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊറിയാത്തിൽ നിന്ന് കടന്നു വന്ന വത്സല സഹോദരിമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവിടെ കടന്നു വന്നത് അവരുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ജോലി ചെയ്യുന്ന മണ്ഡലങ്ങൾ കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടെ കുടുംബത്തെ നീ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജിനോയെ ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആശ്വറിനെ ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ, കർത്താവിനെ കാണുവാൻ, ക്രിസ്തുവിലായിത്തീരുവാൻ, കർത്താവിലെ ജലത്തിൽ സാക്ഷിപ്പാനിടയായിത്തീർന്നല്ലോ. അത് അവരുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കണമേ. ദൈവസഭയ്ക്ക് അനുഗ്രഹമാക്കണമേ. കുടുംബത്തിന് അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ വിദ്യാഭ്യാസ ജീവിതം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഇനിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ, ഈ ദേശത്ത് അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ കർത്താവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി കാലം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്ന കർത്താവെ, ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ പ്രതികൂലങ്ങളെ പ്രയാസങ്ങളേറിയ സമയങ്ങളിൽ കർത്താവെ കുടുംബമായിട്ട് വ്യക്തികളായിട്ട് ദൈവസഭയിൽ നിങ്ങളെ സഹായിച്ചു കർത്താവ്. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട്, ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് ഞങ്ങളുടെ നടത്തിയ വിധങ്ങൾ കാടി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കാലം ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരെ കുടുംബങ്ങളായിട്ട് വ്യക്തികളായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ നന്മകൾ, അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ. ദൈവത്തിൽ കാണുന്ന പോലെ യഹോവ സിയോൾ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എൻ്റെ ആയുഷ്കാലമൊക്കെയും കർത്താവെ നന്മയെ യെരൂശലേമിലെ നന്മയെ കാണുമെന്ന് ദൈവത്തിൽ കാണുന്ന പോലെ കർത്താവെ അവിടുത്തെ നന്മകൾ അനുഭവിച്ചുകൊണ്ട്, അവിടുത്തെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ വർഷക്കാലം ജീവിപ്പാൻ, കഴിഞ്ഞ വർഷക്കാലം ജീവിപ്പാൻ സഹായിച്ചു. പുതുവർഷത്തിൽ കർത്താവെ ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് അവിടുത്തെ പാദപ്പെടുത്തി ഞങ്ങൾ താഴ്ന്നു കർത്താവെ. ഞങ്ങളുടെ വാക്കിൽ, ഞങ്ങളുടെ പ്രവൃത്തിയിൽ, ഹല്ലേലൂയ, ഞങ്ങളുടെ സംസാരത്തിൽ ദൈവനാമത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ആയിട്ട് ഇന്ന് രാത്രി കാലം ഞങ്ങൾ ക്ഷമിക്കണമേ കർത്താവെ. അനുഗ്രഹം തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടിവരവ് അനുഗ്രഹമായി തീരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയെ നയിപ്പാൻ ദാസനെ നീ ബലപ്പെടുത്തണമേ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ അനേക സ്ഥലങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഒത്തൊരുമിച്ച് ആരാധിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പല സ്ഥലത്തായിരിക്കുന്നല്ലോ, അവരെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രത്യേകാൽ കഴിഞ്ഞ നാളിൽ ഇവിടെ കർത്താവിടെ ആയിരുന്നു ദൈവദാസന്മാർ, കുടുംബങ്ങളെ ഒക്കെ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാത്രികാലം വലിയ അനുഗ്രഹം നീ പകരണമേ. ആദ്യോടെ ഇവിടെ സ്ഥാനത്ത് നിങ്ങളെ മറച്ചാട്ട് അവിടുന്ന് പ്രാർത്ഥന ആസ്വദിക്കുന്നു. മുഖത്തോട് ആസ്വദിക്കുന്നു. സകലവും ചെയ്യുമ്പോൾ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് നാം ഒരുമിച്ച് ചില ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുകയാണ്. നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി ഏകീടാതിരുന്നിടും. ചേർന്ന് കരങ്ങളെ അടിച്ചു പാടാം. നമ്മെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വം കരേറ്റാമല്ലോ. നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ. നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ. കഷ്ടതയിലും കരം പിടിച്ച്, കഷ്ടതയിലും കരം പിടിച്ച് കൺമണി പോൽ കരുതിയവൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ. നടത്തിയ വിധങ്ങളോർത്താ
വചനം നൽകി ധൈര്യം നൽകിയിടും, വചനം നൽകി നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ. ഭാരം ദുഃഖമേറിയപ്പോ മാനം നൊന്നു കലങ്ങിയപ്പോ, ഭാരം ദുഃഖമേറിയപ്പോ മാനം നൊന്നു കലങ്ങിയപ്പോ, ചാരയണച്ചു ആശ്വാസം നൽകി, ചാരയണച്ചു ആശ്വാസം നൽകി, നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ. ഓ കൂട്ടുകാരിൽ പാരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു, കൂട്ടുകാരിൽ പാരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു. ശത്രുമധ്യേ തലയുയർത്തി, ശത്രുമധ്യേ തലയുയർത്തി, നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ. ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ആമേൻ ധൈര്യം നൽകിയിടും, വചനം നൽകി ധൈര്യം നൽകിയിടും, വചനം നൽകി നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമല്ലോ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, അന്നവസ്ത്രാദിനാന്മാകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു, അന്നവസ്ത്രാദിനാന്മാകളെ
എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാത്തല്ലോ നീ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്ന്. ഹല്ലേലൂയ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാടിയാട്ടെ. ഹല്ലേലൂയ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഹല്ലേലൂയ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. കരങ്ങളെ ഉയർത്തി പാടാം. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഹല്ലേലൂയ. ഓരി ഖാരാബാശബവാ. ഹല്ലേലൂയ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചേ. ഒരു ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതോർത്ത്, ഇന്നുവരെ കൊണ്ടുവന്നതോർത്ത് അവ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്തോത്രം ഉയരട്ടെ. ഒരു കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ സഭയായി ഒരുമിച്ച് അങ്ങേക്ക് മഹത്വം കരയറ്റുകയാ. ഞങ്ങൾ നിന്നതല്ലപ്പാ, അവിടുന്ന് ഞങ്ങളെ നിർത്തിയത് ഈ 2024 അവസാന നിമിഷങ്ങൾ കാണുവാൻ ഈ ഭൂമുഖത്ത് ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതോർത്ത് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി കരയറ്റുകയാ. നന്ദിയുള്ള ഹൃദയത്തോടെ അല്പസമയം കരങ്ങളെ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. നമ്മുടെ യാത്രകളെ കർത്താവ് പരിപാലിച്ചതോർത്ത്, അനർത്ഥങ്ങളെ നമ്മെ വിടുവിച്ചതോർത്ത്, വീഴുവാൻ തക്കവണ്ണം തള്ളിയ ശത്രുവിന്റെ കരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് അതിശയകരമായി, ജയോത്സകരമായി അവ ഈ 2024 അവസാന നിമിഷങ്ങളിലും കൊണ്ടുവന്ന അവിടുത്തെ കൃപയോർത്ത് യേശുവിന്റെ കർത്താവേ, നന്ദിനാഥ, സ്തോത്രത്തോടെ അവിടുത്തെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്.
കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്താൽ അവ എത്ര സ്തോത്രം ചെയ്താൽ മതിയാകും, എത്ര സ്തുതിച്ചാൽ മതിയാകും. നമുക്ക് പറയാം, കർത്താവേ അവിടുത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കാൻ, അവയെ സ്തോത്രം അത് വർണ്ണിക്കാൻ ഈ നാവ് പോരനാഥ, ഈ ആയുസ് പോരനാഥ. അവയെ സ്തോത്രത്തോടെ പുതുവർഷത്തെ വരവേൽക്കുവാൻ ഇന്ന് രാത്രി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരൽപസമയം ആ തരങ്ങളെ തുറന്ന് ആരും മൗനമായി ഇരിക്കാതെ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത യേശുവേ ഞങ്ങളൊക്കെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ഈ മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതോർത്ത് ആ കൃപാസനത്തോട് അടുത്തു വരുവാ ഞങ്ങളെ ഇടയാക്കിയതോർത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ആ സമയം ഞങ്ങൾക്ക് നൽകിയതോർത്ത് യേശുവിന്റെ രക്തം ചെയ്യ. ഹല്ലേലൂയ. 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 യേശുവേ ഞങ്ങളൊക്കെ സ്തോത്രം കരേറ്റുന്നു. ഞങ്ങളെ സ്തുതിക്കുകയാ. അത്ഭുതകരമായി നടത്തുന്നത് കൊണ്ട്, ജയോത്സവമായി നടത്തുന്നത് കൊണ്ട്, ഞങ്ങളെ പരിപാലിക്കുന്നത് കൊണ്ട്, ഞങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്ന കർത്താവ്, ഉറങ്ങാതെയും മയങ്ങാതെയും അടിയങ്ങളെ സൂക്ഷിക്കുന്ന കർത്താവ്, വീഴുവാൻ പലപ്പോഴും ശത്രു തള്ളുമ്പോൾ ശത്രുവിന്റെ കരത്തിൽ നിന്ന് ആ അത്ഭുത കരം നേട്ട്, ആ വലം കരം നേട്ട്, ആ വീര്യമുള്ള ഭുജം നേട്ട് ഞങ്ങളെ വിടുവിക്കുന്ന അവിടുത്തെ കൃപയോർത്ത് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനേരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന്, അവ കാലിനെ വീഴ്ചയിൽ നിന്ന് വെടിവെച്ച് എന്ന രാത്രിയിലോ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് അവസരം നൽകിയതോർത്ത് ഞങ്ങളൊക്കെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നന്ദിയുള്ള ഹൃദയത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവേ ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരികയാ. യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ. 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 യേശുവേ അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുക, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുക, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാ. സ്തുതികൾക്ക് യോഗ്യനായവൻ, ആരാധനയ്ക്ക് യോഗ്യനായവൻ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയാ നാഥാ. ഞങ്ങളങ്ങേ സ്തുതിക്കുകയാ, ഞങ്ങളങ്ങേ വാഴ്ത്തുകയാ. ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാ. ഒരു ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഖരബാരഗാജഗൽ ഖൗഡബാരഗനഗടഗ ശബബാരഗ. ഹല്ലേലൂയ. 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 നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയർത്തി നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ. ഒരു ഖരബാരഗാജഗൽ ഖൗഡബാരഗ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2024 നമ്മെ പരിപാലിച്ച കർത്താവ് 2025 പരിപാലിക്കാൻ ശക്തനാകയാൽ, സൂക്ഷിപ്പാൻ ശക്തനാകയാൽ, നടത്തുവാൻ ശക്തനാകയാൽ, അവിടുന്ന് മാത്രം സർവശക്തനാകയാൽ, അവിടുന്ന് മാത്രം ജീവനുള്ള ദൈവമാകയാൽ ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ആമേൻ. ഹല്ലേലൂയ. രിഖറബശബബാരഗനഹത്വര. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ബൈബിൾ എടുത്ത് 136 സങ്കീർത്തനം വായിക്കാം. 136 സങ്കീർത്തനം. അവൻ ആ ഓരോ വാക്യത്തിൻ്റെയും ആദ്യ ഭാഗം ഞാൻ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരേറ്റു പറയണമേ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് ചേർന്ന് പറയണമേ. ആമേൻ. സ്തോത്രം. ഓരോ വാക്യത്തിൻ്റെയും ആദ്യ ഭാഗം ഞാൻ വായിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തെന്ന് കരുതുന്നു. ആമേൻ. സാംസ് നമ്പർ 136. സാംസ് നമ്പർ 136. 136. ആമേൻ. സ്തോത്രം. 136 സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവത്തിനുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവത്തിനുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, അവൻ നല്ലവനല്ലോ, അവന്റെ ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന്, നല്ലവനല്ലോ, അവന്റെ ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന്, നല്ലവനല്ലോ, അവന്റെ വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്, നല്ലവനല്ലോ, അവന്റെ പകൽ വാഴുവാൻ സൂര്യനെയും അവൻ നല്ലവനല്ലോ, അവന്റെ രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന്, നല്ലവനല്ലോ, അവന്റെ മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന്, അവൻ നല്ലവനല്ലോ, അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന്, നല്ലവനല്ലോ, അവന്റെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ നല്ലവനല്ലോ, അവന്റെ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന്, നല്ലവനല്ലോ, അവന്റെ അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന്, നല്ലവനല്ലോ, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, നല്ലവനല്ലോ, തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന്, നല്ലവനല്ലോ, മഹാരാജാക്കന്മാരെ സംഹരിച്ചവന്, നല്ലവനല്ലോ, ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, നല്ലവനല്ലോ, അമോര്യരുടെ രാജാവായ സീഹോനെയും നല്ലവനല്ലോ, ബാശാൻ രാജാവായ ഓഗിനെയും അവൻ നല്ലവനല്ലോ, അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു. അവൻ നല്ലവനല്ലോ, തന്റെ ദാസന ഇസ്രായേലിന് അവകാശമായി തന്നെ നല്ലവനല്ലോ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, നല്ലവനല്ലോ, നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന്, നല്ലവനല്ലോ, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന്, നല്ലവനല്ലോ, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. നല്ലവനല്ലോ, ഒരിക്കൽ കൂടെ സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. നല്ലവനല്ലോ, നിന്നേക്കുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചില ഗാനങ്ങളും കൂടെ പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. There shall be showers of blessing. This is the promise of English ഗാനം ചേർന്ന് പാടി കർത്താവിന് മഹത്വം കരയറ്റാമല്ലോ. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we flee. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again.
showers of blessing, send them upon us, O Lord. Grant to us now a refreshing. Come back now, all of the world. Showers of blessing, showers of blessing we need. Mercy drops down us are falling, but for the showers we free. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we free. ആശിഷമാരിയുണ്ടാകും വീണ്ടും മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാരങ്ങളെ ആശിഷമാരി ആശിഷം ചെയ്യണമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ ആശിഷമാരി ആശിഷം ചെയ്യണമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ ആശിഷമാരി ആശിഷം പെയ്യണമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു ഗാനവും കൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്ത എത്ര നല്ലവൻ എൻ യേശു നായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നവൻ എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നവൻ എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. നായകനവൻ നമുക്കു മുൻപിലാ നൽവഴികളെ നിരത്തിയിടുന്നവൻ. നായകനവൻ നമുക്കു മുൻപിലാ നൽവഴികളെ നിരത്തിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ. നാളെക്കും കീർത്തിക്കും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ. നാളെക്കും കീർത്തിക്കും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ എത്ര നല്ലവൻ
എന്റെ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. നായകനവൻ നമുക്ക് മുൻപിലാ നൽവഴികളെ നിരത്തിയിടുന്നവൻ. നായകനവൻ നമുക്ക് മുൻപിലാ നൽവഴികളെ നിരത്തിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും കീർത്തിക്കും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും കീർത്തിക്കും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നവൻ എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. 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 ഓ ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. സ്തുതികളെ മേലധിവസിക്കുന്ന നാഥനേ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിലിരിക്കാമല്ലോ. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയും വിശേഷാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവത്സരാശംസകൾ നേരുകയും ചെയ്യുന്നു. ഈ വർഷം ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി കർത്താവ് അമ്മയെ തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അമ്മയെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. നമുക്കെടുക്കാം യൂദായുടെ ലേഖനം അതിൻ്റെ 24-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജൂഡ് വേഴ്സ് 24. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരുമായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ബൈബിൾ എടുത്ത് ആ വാക്യം ഒരുമിച്ചൊന്ന് വായിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. യൂദായുടെ ലേഖനം അതിൻ്റെ ഒരധ്യായമേ ഉള്ളൂ. അതിൻ്റെ 24-ാമത്തെ വാക്യം കുഞ്ഞുങ്ങൾ എടുക്കണം. ബുക്ക് ഓഫ് ജൂഡ് വേഴ്സ് 24 and 25. ഈ 2 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്നൊന്ന് വായിക്കാം. ഇതൊന്ന് മനസ്സിലേക്ക് ഉള്ളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഒന്നും കൂടെ വായിക്കാമോ? 24-25 വാക്യങ്ങൾ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം. ഇവിടെ 24-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിപ്പാൻ ശക്തനായൊരു ദൈവം. ആമേൻ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിപ്പാൻ. ഈ 2025 കയറിയിരിക്കുമ്പോഴും നമുക്ക് ഒരുമിച്ച് പറയാം, വീഴാതെ വണ്ണം എന്നെ സൂക്ഷിച്ച ഒരു ദൈവം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മാത്രമല്ല നമ്മെ ആനന്ദത്തോടെ നിർത്തുന്ന ഒരു ദൈവം. സ്തോത്രം. നാം നിൽക്കാതിരിക്കുവാൻ, നിർത്താതിരിക്കുവാൻ ആമേൻ സ്തോത്രം ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. നാം അറിയാതെ തന്നെ സ്തോത്രം ദൈവമക്കളെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തിയെ പരാജയപ്പെടുത്തി, വീഴ്ത്തിക്കളയുവാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ പരാജയപ്പെടുത്തി, മുക്കിക്കളയുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയെ പരാജയപ്പെടുത്തി ജയോത്സവമായി ഇന്ന് രാത്രിയിൽ നമ്മെ നിർത്തിയിരിക്കുന്ന കർത്താവ്. സ്തോത്രം. അമേന കർത്താവിന് നമുക്ക് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പറയാം, ആമേൻ. വീഴാതെ വണ്ണം എന്നെ സൂക്ഷിക്കുവാൻ ശക്തനായൊരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 121-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിന്റെ കാൽ വഴുതുവാൻ അവ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നാം അറിയാതെ നമ്മോടുകൂടെ സഞ്ചരിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രം. നമ്മുടെ കാൽ വഴുതുവാൻ സമ്മതിക്കാത്ത ഒരു കർത്താവിൻ്റെ സാന്നിധ്യം, ഉറങ്ങാതെയും മയങ്ങാതെയും നമ്മെ പരിപാലിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പറയാം, അമ്മേ, നാം സമാധാനത്തോടെ കിടന്നുറങ്ങും, അവിടുന്ന് നമ്മെ താങ്ങുകയാൽ നാം ഉണർന്നു ഇരിക്കുകയാണ്. ആമേൻ. 37-ാം സങ്കീർത്തനം 21-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. നാം വീണാലും നിലം പരിചാകുകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. സ്തോത്രം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട്
ഞാൻ നിന്നെ താങ്ങും. കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം ഇവിടെ കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിന് സ്തോത്രം ചെയ്തില്ലേ? കഴിഞ്ഞ നാളുകളിൽ നമ്മെ പരിപാലിച്ച കർത്താവ്, സ്തോത്രം 1 വർഷം കൂടെ കാണുവാൻ നമ്മെ അനുവദിച്ച കർത്താവ്, സ്തോത്രം പിന്നിട്ട വർഷത്തെ നോക്കി നമുക്ക് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയണം, അതെ കർത്താവിനെ പരിപാലിച്ചു, കർത്താവിനെ നടത്തി, അവിടുന്ന് നിർത്തിയത് കൊണ്ട് ഇന്ന് രാത്രിയിലും ഞാൻ നിൽക്കുകയോ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പറയാം, ആ പിന്നിട്ട വർഷത്തെ നോക്കി, അതെ യഹോവ എബനേസറ, യഹോവ ഇത്രത്തോളം നമ്മെ സഹായിച്ചു. ഫെലിസ്ത്യരുടെ പോരാട്ടമുണ്ട്, ശത്രുവിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കടന്നു വരുമ്പോൾ സ്തോത്രം ശമൂവേലിന് പറയുവാനായിട്ട് ഒന്നേയുള്ളൂ, അത് യഹോവ സ്തോത്രം നമ്മെ ഇത്രത്തോളം സഹായിച്ചു. എന്നിട്ട് വരുന്ന വർഷത്തെ നോക്കിക്കൊണ്ട് അബ്രഹാം പറഞ്ഞതുപോലെ പറയണം, യഹോവ ഈരേ, യഹോവ കരുത്. ഇസഹാക്കേ, സ്തോത്രം, നീ ചിന്തിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. കരുതുന്നൊരു കർത്താവ് കൂടെയുണ്ട്. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ആ കരുതുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഇന്ന് രാത്രിയിലും നാം അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം. ആമേൻ. നമ്മൾ നേരെ മുകളിലോട്ട് നോക്കണം, നോക്കിയിട്ട് പറയണം, അതേ യഹോവ നിസിയ, സ്തോത്രം, യഹോവ എൻ്റെ കൊടിയ, വിജയം നൽകുന്ന ഒരുവൻ എന്നോട് കൂടെയുണ്ട്. മോശയുടെയും അമേൻ സ്തോത്രം, മോശയുടെ കൈ തളർന്നു പോയാൽ അമേൻ അവിടുത്തെ കൈ തളരാത്തത് കൊണ്ട് അമേൻ എനിക്ക് വിജയം നൽകുന്ന ഒരു കർത്താവ്, ഓരോ നിമിഷവും എന്നെ ജയോത്സവമായി നടത്തുന്ന, ക്രിസ്തു മുഖാന്തരം എന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. ആമേൻ. ഗിദെയോൻ പറഞ്ഞതുപോലെ ചുറ്റും നോക്കിയിട്ട് പറയണം, യഹോവ ശാലോമ, സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യങ്ങളിൽ സ്തോത്രം മിദ്യാന്യരുടെ കയ്യിൽ അമേ സ്തോത്രം ഗോതമ്പപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിച്ചു കൊണ്ടിരിക്കുന്ന സ്തോത്രം അമേൻ ഗിദെയോന്റെ മുമ്പിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറയുക, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഈ ബലത്തോടെ പോക, നിനക്ക് സമാധാനം, നീ ഭയപ്പെടേണ്ട. നീ മരിക്കുമെന്ന് തോന്നിയ സാഹചര്യങ്ങളുണ്ട്, മിദ്യാന്യരുടെ കയ്യിൽ നീ അകപ്പെടുമെന്ന് തോന്നിയ സാഹചര്യങ്ങളുണ്ട്, നിനക്ക് സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാ, നിനക്ക് സമാധാനം. അതെ, ഈ ഗിദെയോൻ ഒരു യാഗപീഠം പണിതപ്പോൾ അതിന് പേരിട്ടു യഹോവ ശാലോം, യഹോവ എൻ്റെ സമാധാനമാ. ചുറ്റും നോക്കിയിട്ട് സമാധാനമില്ലാത്ത അന്തരീക്ഷത്തെ നോക്കിയിട്ട് ധൈര്യത്തോടെ പറയുവാൻ കഴിയട്ടെ, യഹോവ എൻ്റെ സമാധാനമാ. സ്തോത്രം. ഓരോ വർഷവും ആപത്തുകളും അനർത്ഥങ്ങളും കൂടിക്കൂടി വരികയാ. ആമേൻ. സ്തോത്രം. 2024 സംഭവിച്ചതായിരിക്കില്ല 2025 സംഭവിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഈ അനർത്ഥങ്ങളുടെയൊക്കെ മധ്യത്തിൽ സ്തോത്രം ഇന്ന് രാത്രിയിലും ഒരുമിച്ച് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് പറയുവാനായിട്ട് കഴിയണം, സ്തോത്രം, എത്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ദേശത്ത് ആഞ്ഞടിച്ചാലോ എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്റെ തലമുറകളെ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ സൂക്ഷിപ്പാൻ ശക്തനാകയാൽ കർത്താവിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. അത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്ന, ദേശത്ത് കേൾക്കുന്ന യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51:46, ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരാണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോൾ, അവൻ സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോൾ, അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. വാർത്തകൾ പലത് കേൾക്കും, സ്തോത്രം, അനർത്ഥങ്ങളെ കുറിച്ച് കേൾക്കും, എന്നാൽ ഭയപ്പെടരുത്, ധൈര്യം ക്ഷയിക്കരുത്. പരിപാലിക്കാമെന്ന്, വീഴാതെ വണ്ണം സൂക്ഷിക്കാമെന്ന് വാഗ്ദത്തം ഇന്ന് രാത്രി ചെയ്തിരിക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ ശക്തൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഹൃദയം തുറന്ന് പറയും, ഈ ദൈവം ജീവപര്യന്തം എന്നെ പരിപാലിക്കുവാൻ ശക്തനായ ദൈവമാ. എന്നെ അമേ സ്തോത്രം, ആണ്ടിൻ്റെ ആരംഭം മുതൽ ആണ്ടിൻ്റെ അവസാനം വരെ എന്നെ പരിപാലിച്ചെങ്കിൽ സ്തോത്രം ഈ ആണ്ടിലും എന്നെ പരിപാലിക്കുവാൻ ശക്തനായൊരു കർത്താവ്, വഴി നടത്തുവാൻ ശക്തനായൊരു കർത്താവ്. ആണ്ടിൻ്റെ ആരംഭം മുതൽ ആണ്ടിൻ്റെ അവസാനം വരെ തൻ്റെ ഭക്തന്മാരുടെ മേൽ അവിടുത്തെ ദൃഷ്ടിയിരിക്കുന്ന വചനം വായിക്കുന്നത്, സ്തോത്രം, എന്നെ സൂക്ഷിപ്പാൻ ശക്തനായ ദൈവമാ. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ആ കർത്താവിനൊന്ന് മഹത്വം കരേറ്റിയിട്ട് പറയുവാനായിട്ട് കഴിയട്ടെ. നമ്മെ നടത്തുന്ന ഒരു കർത്താവ്, വ്യക്തമാക്കാം, വീഴാതെ വണ്ണം നമ്മെ പരിപാലിക്കുവാൻ ശക്തനായൊരു കർത്താവ്. സ്തോത്രം. അടുത്ത വാക്ക് ഇങ്ങനെ വായിക്കുന്നേ, അവൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി
സ്തോത്രം ഊനമില്ലാത്തവരായി ദൈവത്തിന് പ്രസാദമുള്ളവരായി നമ്മെ നിർത്തുവാൻ എഫേസ്യ ലേഖനം 1:4 നാം വായിക്കുന്ന നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം ദൈവം സഭയെ വചനത്തോടു കൂടെ ജലസ്ഥാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം സ്തോത്രം ഒന്നുമില്ലാതെ നിഷ്കളങ്കരായി നിർത്തേണ്ടതിന് യേശു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം അവിടുത്തെ മഹിമാ സന്നിധിയിൽ അവൻ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നൊരു കർത്താവ്. എന്താ അതിൻ്റെ അർത്ഥം? സ്തോത്രം ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥമായി ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവസന്നിധി, അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിക്കുമ്പോൾ അനേകർക്കും അത് ലജ്ജയുടെ അവസ്ഥയായി മാറുമ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ ആനന്ദത്തിൻ്റെ അവസ്ഥയാണ്. 2 കൊരിന്ത്യർ ലേഖനം 5:10 നാം ഇങ്ങനെ വായിക്കുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവിടുത്തെ ന്യായാസനത്തിൻ്റെ മുൻപാകെ ആനന്ദത്തോടെ നിർത്തുവാൻ, നിഷ്കളങ്കതയോടെ നിർത്തുവാൻ, കറയും ചുളുക്കവും വാട്ടവും മാലിന്യവുമില്ലാതെ അവൻ വിശുദ്ധിയോടെ നമ്മെ നിർത്തുവാൻ ശക്തനായ ഒരു കർത്താവ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അതിലും പറയുന്നത് ഇത് ആനന്ദത്തിൻ്റെ സമയമാ. സ്തോത്രം, ദൈവമക്കൾക്ക് അത് ആനന്ദമാ. കണ്ണുനീര് തുടച്ചു കളയുന്ന ഒരു നല്ല അനുഭവം, മരണമില്ലാത്ത ഒരനുഭവം. സ്തോത്രം, ദുഃഖവും മുറവിളിയും ഇല്ലാത്ത, കഷ്ടതയില്ലാത്ത ആനന്ദത്തിൻ്റെ ഇടമാ. സ്തോത്രം, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ ഭവനം ഇന്ന് രാത്രിയിലും ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, കഴിഞ്ഞ നാളുകളിൽ വീഴാതെ വണ്ണം എന്നെ നിർത്തിയ കർത്താവ് അവിടുത്തെ വരവ് വരെ വീഴാതെ നിർത്തി ആ ന്യായാസനത്തിന്റെ മുൻപാകെ ഞാൻ നിൽക്കുമ്പോൾ അവൻ കളങ്കമില്ലാതെ ആനന്ദത്തോടെ എന്നെ നിർത്തുവാൻ ശക്തനായ ദൈവം. സ്തോത്രം. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ നിത്യത വരെ സൂക്ഷിപ്പാൻ ശക്തൻ. അപ്പൊ 2025 മാത്രമല്ല ദൈവത്തിന്റെ പൈതലേ, സ്തോത്രം, അവിടുത്തെ മടങ്ങി വരവ് വരെ സ്തോത്രം നമ്മെ സ്തോത്രം ഈ ജീവിതകാലം ഈ ഭൂമിയിൽ നാം ജീവിച്ച് തീർക്കുന്നത് വരെ നമ്മെ സൂക്ഷിപ്പാൻ ശക്തൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ധൈര്യത്തോടെ വിളിച്ചു പറയണം, സ്തോത്രം, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും എനിക്കൊരു ഉറപ്പുണ്ട്, എന്നെ സൂക്ഷിപ്പാൻ ശക്തനായ ഒരുവൻ കൂടെയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാ ആമേൻ ഓരോ ദിവസവും ഏകദേശം ബൈബിളിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന വാക്ക് കിടപ്പുണ്ട്. ഓരോ ദിവസവും കർത്താവ് നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ട, അമ്മ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ താണുപോകുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ, ശത്രുവായവൻ നിന്നെ തകർത്ത് കളയുവാൻ ശ്രമിക്കുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ, സ്തോത്രം, നീ അറിയാതെ നിന്റെ മേൽ ദൃഷ്ടി വെക്കുന്ന ശത്രുവിന്റെ മേൽ സ്തോത്രം അധികാരം സ്ഥാപിച്ച് അവൻ നിന്നെ അതിശയത്തോടെ അത്ഭുതത്തോടെ നടത്തുവാൻ ശക്തനായ ഒരു കർത്താവ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ അത് ഒരു പുതിയ പ്രതീക്ഷയോടെ, ആമേൻ, സ്തോത്രം, പുതിയ തീരുമാനത്തോടെ ഈ സംവത്സരത്തിലേക്ക് നമ്മെ കടന്ന് വരവേറ്റുകൊണ്ട് നമുക്ക് കർത്താവിനോട് പറയാം, എനിക്കൊരു ഉറപ്പുണ്ട്, സ്തോത്രം, വീഴാതെ വണ്ണം എന്നെ സൂക്ഷിപ്പാൻ ശക്തനായ ഒരു കർത്താവ്, അവൻ ആനന്ദത്തോടെ അവിടുത്തെ മഹിമാ സന്നിധിയിൽ നിർത്തുവാൻ ശക്തനായ ഒരു കർത്താവ്. ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുക. അതാ ഞാൻ സ്തോത്രം 92-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ നമ്മെ സ്തോത്രം മോശയോട് ചേർന്ന് നമുക്കും പറയുവാനായിട്ട് കഴിയണം, അതേ കർത്താവേ, നമ്മെ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിപ്പത്തക്കവണ്ണം എൻ്റെ നാളുകളെ എണ്ണുവാൻ അവിടുന്ന് ഞങ്ങളെ, ആമേൻ, സ്തോത്രം, ഒരുമിച്ച് പറയുവാൻ കഴിയുമോ? ആ നിത്യത വരെ സൂക്ഷിപ്പാൻ ശക്തനായ ഒരു കർത്താവ്, അവയെ നിത്യത വരെ സൂക്ഷിപ്പാൻ ശക്തനായ ഒരു കർത്താവ്. അതുകൊണ്ട് നമുക്ക് അന്ന് ആ 24-ാമത്തെ വാക്യം മാത്രം ഒരുമിച്ചൊന്ന് വായിച്ചിട്ടൊരു ഹല്ലേലൂയ പറയാമോ? വീഴാതെ വണ്ണം ഒരുമിച്ച് വായിക്കണം എല്ലാ ദൈവമക്കളും. അപ്പം ഈ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കളെല്ലാം ഒരുമിച്ചൊന്ന് വായിക്കണം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ
ശക്തിയുള്ളവന്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഹല്ലേലൂയ പോരാ. ആമേൻ. സ്തോത്രം. ഉറക്കെ ഒന്ന് പറഞ്ഞാട്ടെ. ആമേൻ. അച്ചായന്മാരാ. സ്തോത്രം. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ ശക്തിയോടെ ഒരു ഹല്ലേലൂയ വന്നു. സ്തോത്രം. ആൻറ്റിമാരുടെ ഭാഗത്തുനിന്നും കൂടെ ഒന്ന് വരുമോ? നിങ്ങളാ കൂടുതൽ. ഒരു ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളെ കർത്താവ് നിർത്തുന്ന അവിടെ നടത്തുന്ന വിധങ്ങൾ. അമ്മൻ ഈ വാഹനമൊക്കെ ഓടിച്ച് ഈ മെട്രോ സിറ്റിയിലൂടെ ഒക്കെ പോകുമ്പോൾ അവിടുന്ന് പരിപാലിക്കുന്ന വിധങ്ങൾ ഓർത്താൽ എത്ര സ്തോത്രം ചെയ്താൽ മതിയാവും അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും അല്ലല്ലോ കർത്താവ് നമ്മെ നിർത്തുന്നതാ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഒരു സ്തോത്രം ഈ ഗാനത്തിൻ്റെ പല്ലവി നമുക്ക് സമയം മുന്നോട്ട് പോയി എങ്കിലും നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചേർന്ന് പാടാം. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോ ഏറ്റവും അടുത്തായതേനിക്ക് ആമേൻ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോ ഏറ്റവും അടുത്തായതേനിക്ക് എത്രയാനന്ദം. എൻ്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്നു കാണുവാൻ വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ എല്ലാ നാളും ഞാൻ ആമേൻ വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ എല്ലാ നാളും ഞാൻ ക്ഷാമത്താലി ക്ഷോണിയെങ്കും ക്ഷീണമാകുമ്പോ എനിക്കെത്തിടാത്ത നിക്ഷേപമും എൻ്റെ പ്രിയനിൽ. ആമേൻ. ക്ഷാമത്താലി ക്ഷോണിയെങ്കും ക്ഷീണമാകുമ്പോ എനിക്കെത്തിടാത്ത നിക്ഷേപമും എൻ്റെ പ്രിയനിൽ എന്നെ പോറ്റിടോ എൻ്റെ വിശ്വാസത്തോടെ എന്നെ പോറ്റിടോ എൻ്റെ രക്ഷകൻ. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ആമേൻ. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. വൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ആമേൻ. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ്റെ പ്രിയൻ്റെ നാടിനോട് ഏറ്റവും അടുത്തിരിക്കുകയാ. ഒരാണ്ടും കൂടെ സ്തോത്രം കടന്നുപോയപ്പോൾ നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയട്ടെ, വീഴാതെ വണ്ണം അവിടുന്ന് നടത്തിയവൻ. സ്തോത്രം. എൻ്റെ പ്രിയൻ്റെ നാടിനോട് ഞാൻ ചേർന്നിരിക്കുമ്പോൾ ഇനിയും നടത്തുവാൻ ശക്തനാ. ഈ വാര്യതയിൽ വൻതിരയിൽ സ്തോത്രം തള്ളലേറ്റ് അലയുന്ന സാഹചര്യങ്ങളിൽ എന്നെ പോറ്റുവാൻ ശക്തനായ ഒരു കർത്താവ്. ആമേൻ. ഇന്നും എന്നും എന്നേക്കും ആമേൻ. മതിയായ കർത്താവ്. കർത്താവ് നമ്മെ നടത്തുമാറാകട്ടെ എന്ന് ആമേൻ സ്തോത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമക്കൾക്ക് ബ്ലെസ്സിങ്സിനായിട്ട് ആമേൻ ഒരു ഭാഗം കൂടെ വചനഭാഗം കൂടെ വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ആമേൻ. ആവർത്തന പുസ്തകം ഡീട്രോണമി ആമേൻ ചാപ്റ്റർ 28. ആവർത്തന പുസ്തകം 28-ാം അധ്യായം ഞാൻ വായിക്കുന്നു. ദൈവമക്കൾക്ക് ആമേൻ ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പ്രഭം അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവൻ ഒരു വഴിയായി നിന്റെ നേരെ വഴും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവ
യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിക്കുവാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായി ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിൽ നിന്ന് സ്തോത്രം ചെയ്യാമോ? ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമ്മൾ തിരുമേശയിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കുക. സ്തോത്രം. തിരുമേശയിൽ നിന്ന് പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കാം. നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ അമ്മേ മുമ്പോട്ട് കടന്നു വരുമല്ലോ. നമുക്ക് ഒരുമിച്ച് അമ്മേ സ്തോത്രം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനായി ജീവിതത്തിൽ അംഗീകരിച്ച് അമ്മേ വിശുദ്ധ ജീവിതം നയിക്കുന്ന, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന അമ്മേ സ്തോത്രം കർത്താവിനെ അമ്മേ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് ഇതിൽ നിന്ന് പങ്കാളികളാകാം. എന്നാൽ സ്തോത്രാഭരണധാരികളായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒഴിഞ്ഞിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ അവൻ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം.